ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ഒക്ടോബർ മാസത്തിൻ്റെയും അതുപോലെ ഇന്നത്തെ ഈ തിരുനാളിൻ്റെയും കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ തിരുനാളിൻ്റെയും എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. ഈ വർഷം കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം 1925 ഈ വിശുദ്ധയായിട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ 2025 100 വർഷം പൂർത്തിയാകുന്ന സമയമാണിത്. അപ്പോൾ ഈ വിശുദ്ധയെ ഓർക്കുന്നത്, വിശുദ്ധയുടെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. നമുക്ക് ഈ വിശുദ്ധയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലർക്കും അറിയാം, പ്രത്യേകിച്ച് വിശുദ്ധരുടെയൊക്കെ ജീവിത കഥകളൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കറിയാം, വളരെ ചുരുങ്ങിയ കാലം മാത്രം ജീവിച്ചൊരു വിശുദ്ധിയാണ്. 24 വയസ്സിലാണ് മരണമടഞ്ഞത്. ഈ ചെറിയ നാളുകളിൽ പുറത്തേക്കൊന്നും പോകാതെ തന്നെ കന്യാസ്ത്രീ മഠത്തിനുള്ളിലായിരുന്നു കൊണ്ട് തന്നെ ലോക മിഷണറി മധ്യസ്ഥയായി മാറാൻ, അവരുടെ മധ്യസ്ഥരിൽ ഏറ്റവും ആദ്യം വരുന്നത് വിശുദ്ധ കൊച്ചു ത്രേസ്യയാണ്. ലോക മിഷണറി മധ്യസ്ഥരിൽ ഏറ്റവും ആദ്യം വരുന്നത് കൊച്ചു ത്രേസ്യയാണ്. അത്രയും പ്രാധാന്യത്തോടുകൂടെ ഈ വിശുദ്ധയെ കത്തോലിക്ക സഭ വണങ്ങുകയാണ്. അപ്പോൾ ഈ വിശുദ്ധ ചെയ്തത് വളരെ അനായാസമായി ഈശോയെ സ്നേഹിച്ചു. ചെറിയ കാര്യങ്ങളിൽ പോലും ഈശോയെ സ്നേഹിച്ചു. അത് ദൈവത്തെ പ്രീതിപ്പെടുത്താൻ ഉള്ള ചെറിയ മാർഗങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തി ദൈവത്തെ പ്രീതിപ്പെടുത്തുക. അതാണ് നമ്മൾ ഇന്ന് സ്വീകരിക്കേണ്ട ഒരു സന്ദേശം. അത് തന്നെയാണ്, ദൈവത്തെ പ്രീതിപ്പെടുത്തുക. ഈ ഒക്ടോബർ മാസത്തിൽ നമുക്ക് അനുഗ്രഹം കിട്ടാൻ സാധ്യതയുള്ളൊരു മാസമാണ്. നന്നായിട്ട് നമ്മൾ ഈ പരിശുദ്ധയിലെ ആളുകൾ നിയോഗം വയ്ക്കുന്നത് പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊള്ളാം, ഞാൻ വചനം പഠിച്ചുകൊള്ളാം, ഞാൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചുകൊള്ളാം, ഇതെല്ലാം ചെയ്യുന്നതാണ്. പക്ഷെ പ്രത്യേകമായി ഈ മാസം മുടങ്ങാതെ അങ്ങനെ നമ്മളത് ആത്മാർത്ഥമായിട്ട് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയാൽ ദൈവം പ്രീതിപ്പെടും. കാരണം ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം ദൈവത്തോട് നമ്മൾ അടുപ്പിക്കുന്ന കാര്യങ്ങളാണ്. കൗദാശിക ജീവിതം, വചന പഠനം, വായന, ജപമാല അർപ്പണം, അത് ഈശോയുടെ തിരുമുഖ ധ്യാനമാണ്. മറിയത്തോടൊപ്പമുള്ള തിരുമുഖ ധ്യാനമാണ് ജപമാല. അപ്പോൾ ഈ 3 കാര്യങ്ങളിലൂടെ നമുക്ക് ദൈവത്തോട് അടുക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ഇതിനെ ഒരു ആത്മീയ സമരം നടത്തുന്ന നമുക്കുള്ള ആയുധങ്ങൾ കൂടിയാണ്. ദൈവവചനം ആത്മാവിൻ്റെ വാൾ ആണെന്ന് നമുക്കറിയാം. എഫേസ്യർ 6:17, ഹെബ്രായർ 4:12 വാൾ, വചനം വാളാണ്, നമുക്കതറിയാം. അപ്പം വചനം ഒരു വാൾ വേണം. ആത്മീയ സമരത്തിൽ പങ്കെടുക്കുന്ന ഒരാൾ, ആത്മീയ സമരത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് വാൾ വേണം. തിന്മയെ വെട്ടി വീഴ്ത്താൻ വേണ്ടി വാൾ വേണം. അപ്പോൾ വചനം കയ്യിൽ വേണം. ഇല്ല, ഞാനിങ്ങനെ വചനം ഇങ്ങനെ ബൈബിൾ ഇങ്ങനെ ഒരു കയ്യിലിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ മറുകയിൽ നമുക്ക് എടുക്കാവുന്ന മറ്റൊരു ആയുധമാണ് ജപമാല. അതൊരു പരിചയമായിട്ട് കൂട്ടുക. വാളും പരിചയം നമുക്ക് വേണം. വാളും പരിചയമില്ലാതെ നമുക്ക് വാള് മാത്രം പോരാ. ശത്രു ഇങ്ങോട്ട് ചെയ്യുന്ന ആക്രമണങ്ങളെ തടുത്തു നിർക്കാൻ നമുക്കൊരു പരിചയം വേണം. ഇനി നമ്മൾ അത് മാത്രം പോരല്ലോ, നമുക്ക് ദേഹത്തെന്തെങ്കിലും പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ പരിശുദ്ധ കുർബാനയെ ഒരു ആവരണം പോലെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഒരു പടച്ചട്ടയായിട്ട് മാറും. നിങ്ങൾ വീഡിയോ പിടിക്കുന്നതുകൊണ്ടുള്ള ദുർമാതൃക എന്താണെന്നറിയാവോ? ആളുകൾ പുറകിലുള്ളവരെല്ലാവരും ഇത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ദുഷ്പ്രേരണയായി ഒരു ദൈവവേലയിൽ പങ്കെടുക്കുമ്പോൾ, അതും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ ദുഷ്പ്രേരണ കൊടുക്കാവോ? പരിശുദ്ധ മറിയം കുരിശിൻ ചവിട്ടിൽ നിന്നതുപോലെ, യോഹന്നാൻ കുരിശിൻ ചവിട്ടിൽ നിന്നതുപോലെ അത്രയും സ്നേഹത്തോടെ പങ്കെടുക്കേണ്ട ഒരു കാര്യമല്ലേ പരിശുദ്ധ കുർബാന അർപ്പണം? കണ്ടോ, പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ ലോകത്തിൻ്റെ അരൂപി കയറ്റിവെക്കുന്നത് കണ്ടോ നിങ്ങൾ? പരിശുദ്ധ കുർബാന അർപ്പണത്തിൽ ലോകത്തിൻ്റെ അരൂപി. ഈ കൊച്ചു ത്രേസ്യ പുണ്യവതി തൻ്റെ ജീവിതത്തിൽ ലോകത്തിൻ്റെ അരൂപി കയറ്റിവെച്ചില്ല. അതാണ് കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ പ്രത്യേകത. ലോകത്തിൻ്റെ അരൂപി കയറ്റിവെച്ചില്ല. നമ്മൾ ലോകത്തിൻ്റെ അരൂപി സ്കാർഫ് തലയിൽ ധരിക്കാതെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന എത്രയോ മക്കളുണ്ട്, ഇല്ലേ? അത് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഇനി ബർമൂഡ ധരിച്ച് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടില്ലേ? അത് ലോകത്തിൻ്റെ അരൂപി ദൈവവേലയിൽ ചേർത്ത് വെച്ചതിൻ്റെ ഒരു കാര്യമാണ്. മനസ്സിലായോ? ഇപ്പോൾ ചില അമ്മമാരിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മക്കളെല്ലാം വിദേശത്ത് പോകണേ, മക്കൾക്കെല്ലാം PR കിട്ടണേ, ഇങ്ങോട്ട് ഒരിക്കലും വരല്ലേ, അവിടെ
തന്നെ പെർമനൻ്റ് ആയിപ്പോട്ടെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അത് ലോകത്തിൻ്റെ അരൂപിയ. ഓരോ മക്കളോട് ചോദിച്ചു നോക്കും എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഒരു വീഡിയോ കോൾ ചെയ്താൽ മാത്രമേ മക്കൾ എന്താ ചെയ്യണമെന്ന് അറിയുള്ളൂ. ബാക്കി മക്കൾ എന്താ ചെയ്യണമെന്ന് അറിയില്ല. അവർ പറഞ്ഞാലല്ലേ അറിയുള്ളൂ. അവർ പറയല. അവർ പെട്ടുപോയ കെണികളൊന്നും പറയല. അതാണ് നമ്മളിപ്പോൾ ലോകത്തിൻ്റെ അരൂപിയ. എല്ലാം അങ്ങോട്ട് പോകണം. ഇന്ന് നിങ്ങൾ ലോകത്തിൻ്റെ അരൂപിയിലാണ്. ലോകത്തിൻ്റെ അരൂപി. കൊച്ചു ത്രേസ്യ പുണ്യവതിയെ അനുകരിക്കാൻ ഇത്തിരി പാടാം. കാരണം ലോകത്തിൻ്റെ അരൂപി ഒട്ടുമില്ല. അതുകൊണ്ടാണ് ദൈവത്തെ പ്രീതിപ്പെടുത്തണം. നമ്മൾ പള്ളിയിൽ പോകുന്നുണ്ട്, ഞായറാഴ്ച ആചരിക്കുന്നുണ്ട്, കുമ്പസാരിക്കുന്നുണ്ട്, കുർബാന സ്വീകരിക്കുന്നുണ്ട്. ദൈവം പ്രീതിപ്പെട്ടോ? ദൈവത്തിന് ഞാൻ ചെയ്തത് ഇഷ്ടമായോ? ചോദിച്ചു നോക്ക്. ദൈവത്തിന് ഞാൻ ചെയ്തത് ഇഷ്ടമായോ? അതാണ് ആത്മരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് കൊച്ചു ത്രേസ്യ പുണ്യവതി ചെയ്ത പോലെയൊക്കെ ചെയ്യാം. നമുക്ക് കൗദാശിക ജീവിതത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പക്ഷേ ദൈവത്തെ പ്രീതിപ്പെടുത്തിയോ? അതാണ് ദൈവത്തെ കൺവിൻസ് ചെയ്യണം. നമ്മളൊരു കാര്യം ദൈവത്തെ കൺവിൻസ് ചെയ്യണം. ഞാനൊരു കാര്യം വഴി ദൈവത്തെ കൺവിൻസ് ചെയ്യണം. അതാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമ്മൾ നോക്കിയാൽ ദൈവത്തെ കൺവിൻസ് ചെയ്ത കുറേ മനുഷ്യരുണ്ട്. അവരുടെയൊക്കെ തീരുമാനങ്ങൾ ഷാർപ്പാണ്. ധൂർത്തപുത്രൻ അപ്പനെ കൺവിൻസ് ചെയ്തു. എന്താ ചെയ്തത്? പാടെ ഉപേക്ഷിച്ച് വീട്ടിൽ വന്നു. കൃപകളെല്ലാം കിട്ടി. സഖ്യവൂസ് ദൈവത്തെ കൺവിൻസ് ചെയ്ത ആളാ. നല്ല കള്ളൻ ദൈവത്തെ കൺവിൻസ് ചെയ്ത ആളാ. അതായത് ഞങ്ങൾക്കൊന്നും ഇത് പറഞ്ഞിട്ടില്ലേ എന്ന് പറയുമ്പോൾ കള്ളത്തരം ചെയ്യുന്നവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റും. ദൈവത്തിന് മുമ്പിൽ നന്നായിട്ട് നിൽക്കാൻ പറ്റും. നല്ല കള്ളൻ സ്വർഗത്തിൽ കയറിയില്ലേ? സ്വത്തെല്ലാം ദൂർത്തടിച്ചു പോയ ഇല്ലേ? അങ്ങനെ മോശമായിട്ട് ജീവിച്ചു എന്ന് കരുതുന്നവൻ പോലും ദൈവത്തെ പിതാവിനെ കൺവിൻസ് ചെയ്തു. സഖ്യവൂസ് ആളുകളുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ടിരുന്നവൻ ദൈവത്തെ കൺവിൻസ് ചെയ്തു. ഒരു രോഗിയായിട്ടുള്ള ആളെ ബർത്തമയോസ് ദാവീദിന്റെ പുത്രാ യേശുവേ എന്നിൽ കനിയണമേ എന്ന് പറഞ്ഞ് ദൈവത്തെ കൺവിൻസ് ചെയ്തു. ദൈവത്തെ കൺവിൻസ് ചെയ്യുമ്പോഴാണ് അത്ഭുതം സംഭവിക്കുന്നത്. ദൈവത്തെ കൺവിൻസ് ചെയ്യാതെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടിയത് കൊണ്ടൊന്നും, അതുകൊണ്ടാ അച്ഛാ ഞാൻ കുറേ ചെയ്യുന്നുണ്ട് അച്ഛാ, ഒത്തിരി ചെയ്യുന്നുണ്ട് അച്ഛാ, ഒത്തിരി ധ്യാനം കൂടി അച്ഛാ, പക്ഷെ ഞാൻ രക്ഷപ്പെട്ടിട്ടില്ല അച്ഛാ. കൺവിൻസ് ചെയ്തിട്ടില്ല. ദൈവത്തെ കൺവിൻസ് ചെയ്യൂ. അതുകൊണ്ട് കൊച്ചു ത്രേസ്യ പുണ്യവതി പറഞ്ഞത് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ അനുസരിച്ചോളാം. ഞാൻ കളിപ്പന്താണ്, അങ്ങയുടെ കയ്യിലെ കളിപ്പന്താണ് എന്ന് പറയുന്നതാണ് കൊച്ചു ത്രേസ്യ പുണ്യവതി. കളിപ്പന്ത്, ഉണ്ണീശോയുടെ കയ്യിലെ കളിപ്പന്താകാൻ ഇഷ്ടപ്പെടുന്നവർ. ഒരു യുവാവ് തെറ്റായ പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടു. അപ്പോൾ ആ പ്രണയം ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. അവനേക്കാളും പ്രായം കൂടിയ പെണ്ണാണ്, എന്നിട്ട് അവൻ ഉപേക്ഷിക്കാൻ പറ്റുന്നില്ല. പക്ഷേ അവളൊരു തീരുമാനമെടുത്തു, ഞാനൊരു ധ്യാനം കൂടാൻ പോവുകയാണ്, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ദൈവം എന്നോട് പറയുന്നത് പോലെ ഞാൻ ചെയ്യും. അപ്പോൾ അവന് ടെൻഷനായി. കാരണം ശാരീരിക ബന്ധം വരെ ഉണ്ടായി. പ്രായം മൂത്ത പെണ്ണാണ്, എന്നിട്ട് അവന് മറക്കാൻ പറ്റുന്നില്ല. അവനങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നു. തിരുക്കുടുംബ ദേവാലയത്തിൽ വന്നു. കൊച്ചിയിൽ നസ്രത്ത് പള്ളിയിൽ തിരുക്കുടുംബ ദേവാലയത്തിൽ അവൻ പ്രാർത്ഥിക്കാൻ വന്നു. അങ്ങനെ പ്രാർത്ഥിക്കാൻ വന്നപ്പോഴും അവൻ ആ തിരുക്കുടുംബ രൂപം, അവിടെ യൗസപിതാവും മാതാവും, അതിൻ്റെ മുമ്പിൽ ഉണ്ണീശോ ഇങ്ങനെ കൈകൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഉണ്ണീശോയാണ് കാണുന്നത്. മുകളിലേക്ക് കരമിങ്ങനെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഉണ്ണീശോ. അപ്പോൾ അവന് ഇങ്ങനെ കുറേ നേരം അവൻ പ്രാർത്ഥിച്ചു. ഈശോയുടെ മുമ്പിൽ അവനിങ്ങനെ എൻ്റെ കളിപ്പാട്ടമാകുന്ന പ്രണയിനിയെ എനിക്ക് താ കർത്താവേ, എൻ്റെ പ്രണയിനിയെ എനിക്ക് താ എന്ന് പറഞ്ഞ് അവനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. കുറേ നേരം കഴിഞ്ഞിട്ടും ഈശോ ഇങ്ങനെ കളിപ്പിക്കുന്നതല്ലാതെ ഈ കളിപ്പാട്ടം ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നു, താഴ്ത്തുന്നു, അവൻ ചാടുന്നു, ഇങ്ങനെ അവൻ ഈശോയുടെ മുമ്പിൽ ഇങ്ങനെ കളിക്കുന്നത് പോലെ തോന്നുകയാണ്. ഈശോയുടെ മുമ്പിൽ എനിക്കിതാ ഈശോയെ എന്ന് പറഞ്ഞിങ്ങനെ കളിക്കുന്നത് പോലെ തോന്നുക കളിപ്പാട്ടം. അപ്പോൾ അവൻ അങ്ങനെ തരുന്നില്ല, ഈശോ തരുന്നില്ല, കളിപ്പാട്ടം തരുന്ന ലക്ഷണമില്ല. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് തോന്നിയ കാര്യമാണ്. ആ തിരുക്കുടുംബ രൂപത്തിലേക്ക് നോക്കി, ഉണ്ണീശോയിലേക്ക് നോക്കി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നിയ കാര്യമാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴും അത്രയും പ്രതിസന്ധിയിലൂടെ സങ്കടത്തിലൂടെ പോകുന്നവന് നല്ലൊരു ആത്മീയ ചിന്തയുണ്ടായി. ഈശോയെ, എനിക്ക് കളിപ്പാട്ടം തന്നില്ലെങ്കിലും കുഴപ്പമില്ല കർത്താവേ, എനിക്ക് അങ്ങയുടെ കൂടെ ചാടി കളിക്കാനുള്ള ശക്തിയെങ്കിലും താ. അങ്ങനെ പ്രാർത്ഥിച്ചു. അതാണ് കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ അരൂപിയും. അതാണ് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷെ അങ്ങയുടെ ഇഷ്ടം നിറവേറിയാൽ മതി. അതാണ് ഈശോ പ്രാർത്ഥിച്ചത്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീങ്ങിപ്പോകട്ടെ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. നമ്മളിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എന്താ? എനിക്ക് അത് വേണം, ഇത് വേണം, അത് വേണം, ഇത് വേണം, ഇത് തന്നെ. ദൈവത്തിന് ഇഷ്ടമാണോ എന്ന് പോലും നമ്മൾ നോക്കുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് നോക്കാം. എനിക്ക് എൻ്റെ ഇഷ്ടം സാധിച്ചു തരണ്ട, അങ്ങയ്ക്ക് എന്താണ് എന്നിൽ ഇഷ്ടമെന്നത് അതൊന്ന് സാധിച്ചതാ.
എൻ്റെ ഇഷ്ടം അങ്ങ് സാധിച്ചു തരണ്ട, അങ്ങേക്ക് എന്നിലൂടെ ഈ ലോകത്ത് സംഭവിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നത് എന്താണ് അതെനിക്കൊന്ന് സാധിച്ചത്. അതാണ് മറിയത്തിൻ്റെ രൂപയും. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്ക് എന്ന് നിറവേറട്ടെ. ഈ ജപമാല മാസത്തിലുടനീളം ഈ ഒരു അരൂപി ഉണ്ടാകട്ടെ. നമ്മൾ അതും ഇതും ചോദിച്ചുകൊണ്ടിരിക്കാതെ എൻ്റെ ഈശോയെ, ഇത് നിനക്ക് ദൈവഹിതമാണെങ്കിൽ എനിക്ക് സംഭവിക്കട്ടെ, എന്ത് വേണമെങ്കിലും പ്രാർത്ഥിക്കുക. പക്ഷേ അവസാനം ഇങ്ങനെ ഒന്ന് കൂട്ടിച്ചേർക്കുക, കർത്താവേ ഇതെനിക്കൊരു ആഗ്രഹമാണ്, പക്ഷേ നിൻ്റെ ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ തന്നാൽ മതി. അങ്ങനെ നമുക്ക് സാധിക്കട്ടെ. മിഷൻ ചൈതന്യം ഉണ്ടാകട്ടെ. ദൈവത്തെ കൺവിൻസ് ചെയ്യാൻ സാധിക്കട്ടെ. ദൈവത്തെ കൺവിൻസ് ചെയ്താൽ നിങ്ങൾ 31 ദിവസത്തിനുള്ളിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇതൊരു ഷോർട്ട്, ഈ ക്രിസ്മസിന് ഒരുക്കമായിട്ടുള്ള സമയത്ത് ക്രിസ്മസ് സമ്മാനം ചോദിക്കാം. പക്ഷെ അതിന് മുൻപ് ക്രിസ്മസിന് 3 മാസമുണ്ട്, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പം അതിന് മുൻപ് ഒരുക്കമായിട്ട് നമ്മളെ തന്നെ ഒരുക്കാൻ ഈ 31 ദിവസം നന്നായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്കുണ്ടാകട്ടെ.